മലയാളികളെ ഏറെ ചിരിപ്പിച്ച, മലയാളികളുടെ സ്വന്തമായ മലയാളം പാർലമെൻറ്റിൽ സംസാരിച്ച ഇന്നസെൻറ്റിൻ്റെ നാടാണ് ചാലക്കുടി. 2009 ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം രൂപീകൃതമായത്. അതിനു മുമ്പ് ഈ മണ്ഡലം അറിയപ്പെട്ടിരുന്നത് മുകുന്ദപുരം എന്ന പേരിലാണ്. മുകുന്ദപുരത്തിൻ്റെ എം പിമാരായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോനും കെ കരുണാകരനും ലോനപ്പൻ നമ്പാടനുമൊക്കെ. തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് ചാലക്കുടി നിയമസഭാ മണ്ഡലം. ഇത്തവണ ചാലക്കുടി മണ്ഡലത്തിൽ UDF മത്സരിപ്പിക്കുന്നത് ബെന്നി ബെഹനാനെയാണ്. ഇടതുപക്ഷമാകട്ടെ ജനകീയനും മുൻ മന്ത്രിയുമായ സി രവീന്ദ്രൻ മാഷിനെയാണ് മത്സരിപ്പിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി ഉണ്ണികൃഷ്ണനും 2020 സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ചാർലി പോളും മത്സരിക്കുന്നു. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായി നാം ശ്രദ്ധിക്കേണ്ടത് 2020 സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശമാണ്. പൊതുവെ UDF മണ്ഡലമായി കരുതപ്പെടുന്ന ഈ മണ്ഡലത്തിലെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുക BJPയേക്കാൾ അപ്പുറത്തേക്ക് 2020 സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. കുന്നത്തുനാട് മണ്ഡലത്തിലും എറണാകുളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലും വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനവും പ്രവർത്തന മികവും കൊണ്ട് മുന്നേറാൻ 2020 കഴിഞ്ഞിട്ടുണ്ട്. 2020 ഈ മുന്നേറ്റം നിലവിലെ MP ആയ ബെന്നി ബെഹനാൻ്റെ വിജയ സാധ്യതയ്ക്ക് ശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നത്. അതുമാത്രമല്ല, ബെന്നി ബെഹനാന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും ജനകീയ മന്ത്രിയുമായിരുന്ന സി രവീന്ദ്രൻ മാഷ് കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹം ഈ മേഖലകളിലൊക്കെ വ്യക്തമായിട്ടുള്ള ലീഡ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ബെന്നി ബെഹനാന് തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ എറണാകുളത്തെ മണ്ഡലങ്ങളിലെ വോട്ട് ഏറെ നിർണായകമാണ്. അവിടേക്കാണ് 2020 സ്ഥാനാർത്ഥി കടന്നു വരുന്നത്. വിശേഷിച്ച് 2020 കുന്നത്തുനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ 40,000-ലധികം വോട്ട് ആണ് ഉള്ളത്. ഇത് ബെന്നി ബെഹനാൻ്റെ ചങ്കിടിപ്പാണ് കൂട്ടുന്നത്. മാത്രമല്ല, ഈ മണ്ഡലങ്ങളിൽ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഗതാഗത പ്രശ്നങ്ങൾ തന്നെയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നിലനിൽക്കുന്നത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ഇവിടേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ദുരിതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ കാർഷിക പ്രശ്നങ്ങളും പാർപ്പിട പ്രശ്നങ്ങളും ശുദ്ധജല പ്രശ്നങ്ങളുമെല്ലാം ഈ മണ്ഡലത്തിലും എറണാകുളം മണ്ഡലത്തിലെ എന്ന പോലെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥിക്ക്, അതായത് നിലവിലെ MP-ക്ക് വളരെ വലിയ പരീക്ഷണമാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്നത്. എന്നാൽ സി രവീന്ദ്രൻ മാഷാകട്ടെ, അദ്ദേഹം തികഞ്ഞ ജനകീയനാണ്. മാത്രമല്ല, വ്യക്തമായ മേധാവിത്വം തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ചെയ്തു തീർക്കാനും സാധിച്ചു. എന്നാൽ BJP സ്ഥാനാർത്ഥിയുടെ കാര്യമാകട്ടെ വളരെ കഷ്ടമാണ്. AM ഉണ്ണികൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിക്ക് വളരെ കാര്യമായി ഒന്നും ഈ മണ്ഡലത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഏതാനും ചില വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതിനേക്കാൾ ഉപരി ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള ശേഷിയില്ല. സത്യത്തിൽ ഇവിടുത്തെ ഒരു കറുത്ത കുതിരയായി 2020 മാറുമെന്നുള്ളത് ഉറപ്പാണ്. 2020 സ്ഥാനാർത്ഥി ശക്തമായ വോട്ട് പിടിച്ചാൽ അത് ബെന്നി ബെഹനാനെ വീട്ടിലിരുത്തുക തന്നെ ചെയ്യും. എങ്കിലും തൃശ്ശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ സി രവീന്ദ്രൻ മാഷ് നല്ല ലീഡ് നേടുകയും എറണാകുളം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ്റെ വോട്ട് പിടിച്ചു മാറ്റുകയും ചെയ്താൽ അത് ബെന്നി ബെഹനാൻ്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും. ഇതാണ് ചാലക്കുടി നൽകുന്ന രാഷ്ട്രീയ സൂചനകൾ.